ഒന്നുണ്ട് കേക്കണം മോളെ ചാലക്കുടിയാറിൻ കരയിൽ ഒലമഞ്ഞ വള്ളിക്കുടിയിൽ സ്നേഹം വാരി തന്നൊരു അച്ഛൻ. ഒന്നുണ്ട് കേക്കണം മോളെ ചാലക്കുടിയാറിൻ കരയിൽ ഒലമഞ്ഞ വള്ളിക്കുടിയിൽ സ്നേഹം വാരി തന്നൊരു അച്ഛൻ. ചാനലിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതെനിക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ട്. പെട്ടെന്ന് പറഞ്ഞുള്ളൂ. അതൊക്കെ ഒരു കൈരൽ ചാനലിൽ ഇന്റർവ്യൂ ഞാൻ ഇവിടെ നിൽക്കാണ്. അന്ന് പാടി ഇതുപോലെ പാടി ഇങ്ങനെ കെട്ടിയേക്കണ്. അന്ന് പാടിയില്ല, കുറച്ച് സൗകര്യങ്ങളും കാര്യങ്ങളും. അപ്പോൾ മണിമാൻ പെട്ടെന്ന് വന്ന് എന്നെ വിളിച്ചു, എടാ ഇങ്ങനെ വന്നറിയാൻ തോന്നുന്നു. അപ്പോൾ ആളുകൾ വന്നിട്ട് എൻ്റെ പെങ്ങളുടെ മോനാണ് സജിത്ത്. ആ ഒരു പാട്ട് പാടുന്നു. അന്ന് ഞാൻ +2 പഠിക്കുന്നത്. ഞാൻ ഒരു പാട്ട് പാടും, നീ ഒരു പാട്ട് പാടാന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്നൊരു പാട്ട് പാടിയൊരു പാട്ടാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ. അത് നമുക്ക് രണ്ടുപേരും ഒന്ന് പാടാല്ലേ? പൽപ്പിക്കിടാവിന് കുട്ടിക്കുറുമ്പ്, ഇടയം പെണ്ണിക്കാതിൽ മണിക്കിലുക്കം, പറവകൾ കൂട്ടമായി ചിറകടിച്ചു, മുയലിൻ കണ്ണി പ്രേമ തത്തിക്കളിച്ചു, അണ്ണാറ കണ്ണൻ തട്ടി താളത്തിൽ സുതിമിറ്റി കൊഞ്ചിയാറും മൂളം പാട്ട്, പെണ്ണെ നിന്റെ ചുണ്ടിലൊന്ന് പഴമ്പാട്ട്, പെണ്ണെ നിന്റെ ചുണ്ടിലൊന്ന് പഴമ്പാട്ട്, പൽപ്പിക്കിടാവിന് കുട്ടിക്കുറുമ്പ്, ഇടയം പെണ്ണിക്കാതിൽ മണിക്കിലുക്കം. ആ പാട്ട് പാടി അപ്പൊ തന്നെ വേദീനെ കയ്യിലെടുത്ത് പേര് നിലനിൽക്കുന്നുള്ളൂ. ആള് പറഞ്ഞപ്പോ അങ്ങനെ പാട്ട് ആടുപാമ്പൊക്കെ പഠിക്കും. എപ്പോഴും നാടൻ പാട്ടാണ് നാടൻ പാട്ട്. എപ്പോഴും നാടൻ പാട്ട് പഠിക്കും, നാടൻ പാട്ട് പാടുകയെന്ന് പറയും. അങ്ങനെ അപ്പൊ മാമന്റെ പാട്ടല്ലാതെ മറ്റുള്ള നാടൻ പാട്ടുകൾ പാടാൻ ആളുടെ പാട്ട് പാടിയിട്ട് മറ്റുള്ള നാടൻ പാട്ട് ഏതുള്ളൂ ചോദിക്കാം. അപ്പൊ അങ്ങനെ പാടാറുണ്ട് ആടുപാമ്പ്. നമ്മളീ പാടിയിട്ട് വരുമ്പോ മാമന്റെ ഓർമ്മകൾ നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു ഇതാണല്ലേ. കാരണം വെച്ചാൽ നമ്മള് അതാ വേറൊരു കാര്യമുണ്ട്, അത് മണിമാൻ വേദനിക്കുന്നത് ഇഷ്ടമല്ല. കാരണം മണിമാൻ വേദനിക്കുന്ന ഒരാൾ വേദനിക്കുന്നത് ഇഷ്ടമല്ല. മണിമാൻ ഇപ്പൊ പാടിയിൽ വന്നു കഴിഞ്ഞാൽ ആള് സത്യം പറഞ്ഞാൽ നമ്മൾ സന്തോഷിച്ചിട്ട് വേണം ഇവിടെ പോകാൻ. ആളുടെ പാട്ടുകൾ വരാൻ ഓരോ പാട്ടുകളായിരുന്നു ആളെ സന്തോഷിക്കുന്ന പാട്ടുകൾ, സങ്കടപ്പെടുന്ന പാട്ടുകളുണ്ടായിരുന്നു. ആള് വേദിയിൽ നിന്ന് സങ്കടപ്പെടുത്തുന്ന പാട്ടുകളിലും നല്ല അടിച്ചുപൊളിയൊരു പാട്ട് കൂടി സന്തോഷിപ്പിച്ചിട്ട് ആള് പോകുള്ളൂ. ആളുടെ ഒരു സത്യം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സും വയറും നിറയ്ക്കുക എന്നാണ് ആളുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു. നമുക്ക് ഭക്ഷണമാണ് ആള് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. പല പല വെറൈറ്റിയുള്ള ഭക്ഷണങ്ങൾ. ഞങ്ങൾക്ക് ഏത് ഭക്ഷണം കൊടുത്താൽ അവർക്ക് തൃപ്തിപ്പെടുക, എന്നാലേ ആൾക്ക് സംതൃപ്തി ആവുള്ളൂ. ആള് ഭക്ഷണം വെക്കാൻ ഇവിടെ ഭക്ഷണം വെക്കുള്ളൂ. ഭക്ഷണം വെക്കാൻ വന്നിട്ട് അതൊക്കെ നമുക്ക് ടേസ്റ്റ് നല്ല ടേസ്റ്റല്ല, നല്ല രീതിയിൽ ചെയ്യുന്നോട്ടാണ്. ഇതൊക്കെ മനസ്സെടുത്ത് ഇവിടെ പല പല പരിപാടികളും അയ്യപ്പമ്പലത്ത് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണമ്പളം ഉത്സവം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കപ്പേല പെരുന്നാൾ നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ആഘോഷങ്ങളും പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഈ ക്രിസ്മസ് കാലഘട്ടം വന്നാൽ ചാലക്കുടി പള്ളിയിൽ ഇവിടെ ട്രിപ്പ് എന്ന് പറഞ്ഞ പുൽക്കൂടിന്റെ മത്സരമുണ്ട്. അതിനൊക്കെ മുൻകൈ എടുത്ത് പിള്ളേരുകളെ സഹായിക്കുന്നതൊക്കെ മാമൻ തന്നെയായിരുന്നു. അത് മാമന്റെ സന്തോഷമാണ്. മാമൻ എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും മാമൻ ഇവിടെ ഉള്ള ആ ട്രിപ്പിന് വേണ്ടി ആള് എന്താ ചെയ്യുന്നത് എല്ലാം ചെയ്തു കൊടുക്കും. ഇവിടുത്തെ യൂണിറ്റിനായിരിക്കും എല്ലാ കൊല്ലം ഇവിടെ ഫസ്റ്റ് കിട്ടാറ്. അതൊരു മത്സരം തന്നെയായിരുന്നു. മണിമാനത് സന്തോഷമായിരുന്നു കിട്ടുക. മലയാളികളുടെ മാത്രമല്ല, അതായത് നമ്മൾ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഏറ്റവും പ്രിയങ്കരനായ ഒരു മനുഷ്യനായിരുന്നു. അത് മാമനിപ്പം അങ്ങോട്ടേറ്റ് അൻചാനെ കാണുമ്പോഴായാലും അൻചാനെ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പെരുമാറ്റ രീതി ഇപ്പൊ എനിക്ക് തോന്നുന്നു മണിമാമ എല്ലാം കൂടുതൽ ആളെങ്ങനെ നമ്മളങ്ങനെ ചേർത്ത് നിർത്താന്നുള്ളതാണ് ഭയങ്കര കാര്യം. നമ്മൾ ചേർത്തിട്ട് എന്ത് കാര്യത്തിനായി ആടുപാമ്പേ ആടാടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ കാവിലിളം പാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ കാവിലിളം പാമ്പേ പക്കനാരുടെ മഞ്ഞക്കളത്തിൽ വന്നാടാടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ ആടാടുപാമ്പേ പക്കനാരുടെ മഞ്ഞക്കളത്തിൽ വന്നാടാടുപാമ്പേ
ആടുപാമ്പേ ആടാടുപാമ്പേ കാവിലിടം പാമ്പേ പാമ്പിന്റെ ആട്ടതു കണ്ടാലും ഞങ്ങളും ആടും പാമ്പേ പാമ്പിന്റെ ആട്ടതു കണ്ടാലും ഞങ്ങളും ആടും പാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ കാവിലിളം പാമ്പേ